ഇന്ന് കുറേ കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ അയൽവക്കത്തു നിന്ന് കിട്ടിയതാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കറിവേപ്പിലയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കറിവേപ്പില എങ്ങനെയാണ് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അതിൽ ചിലന്തി വലയും പിന്നെ പുഴുവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് കുടഞ്ഞ് എടുക്കണം. നന്നായിട്ട് കുടഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഇതളായിട്ട് ഒടിച്ചെടുക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ ഇല മാത്രമായിട്ട് എടുത്താലും മതിയാകും. ഇല മാത്രമായിട്ടെടുത്ത് ഒരു ചില്ല് കുപ്പിക്കകത്ത് ഇതുപോലെ ഒരു വലിയ ചില്ല് കുപ്പി എടുക്കാം. ആ ചില്ല് കുപ്പിക്കകത്ത് ഇട്ട് അടച്ച് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാം. മാസങ്ങളോളം നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഈ ഇലയിൽ അല്പം പോലും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല കേട്ടോ. അതുപോലെ തന്നെ കുപ്പിയും നന്നായിട്ട് ഉണങ്ങി കുപ്പിയായിരിക്കണം. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഇലയിട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ നമുക്ക് 2-3 മാസത്തോളം നമുക്ക് ഈ കറിവേപ്പില ഉപയോഗിക്കാൻ പറ്റുമേ. പുഴുക്കുത്തുള്ള ഇലകൾ ഇതൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല ഇല മാത്രമാണ് നമ്മളിങ്ങനെ ഇതുപോലെ കുപ്പിക്കകത്തേക്കാക്കി വെച്ച് കൊടുക്കുന്നത്. കുപ്പി എടുക്കുമ്പോൾ കുറച്ച് വലിയ കുപ്പി, ചില്ല് കുപ്പി തന്നെ എടുക്കാൻ ശ്രമിക്കണേ. എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കണം. ആവശ്യത്തിനെടുത്ത് കഴുകി ഉപയോഗിക്കാം.